ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാക്സി ഡ്രസ്സാണ്. നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 4.5 മീറ്റർ ഫ്ലോറൽ പ്രിൻ്റുള്ളൊരു ക്ലോത്താണ്. ലൈനിങ് 4 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 പാർട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. യോക്ക് പാർട്ട്, സ്കേർട്ട് പാർട്ട്, പ്ലീറ്റ്, തായ് ഭാഗത്ത് പ്ലീറ്റ് ഇടുന്ന പാർട്ട്, അങ്ങനെ ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. 4.5 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. യോക്ക് ലെങ്ത്ത് 10 ഇഞ്ച്, സ്കേർട്ട് ലെങ്ത്ത് 36.5 ഇഞ്ച്, പ്ലീറ്റ് ലെങ്ത്ത് 8 ഇഞ്ച്. ക്ലോത്ത് നമ്മൾ 4ആയിട്ട് മടക്കി ഇങ്ങനെ ഹെഡ് പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ക്ലോത്തിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുക. ആദ്യം നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത്, പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചാണ് ഷോൾഡർ. നെക്ക് വൈഡ് 2.5 ഇഞ്ചും, ആം ഹോള് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് വൈഡ് അധികം വേണ്ടവർ കൂടുതലായിട്ട് ഇടാം. അടുത്തതായി റിഗാളിൻ്റെ ലൈനിനോട് നേരെ പിടിച്ചിട്ട് ചെസ്റ്റ് 9.5 ഇഞ്ച്, അതിനോട് 1.5 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. വേസ്റ്റ് 8.5 ഇഞ്ച്, അതിനോട് 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ലൂസിലാണ് ഈ ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആം ഹോള് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക. നെക്ക് വൈഡിന് നേരെ പിടിച്ച് താഴോട്ടേക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് 2 ഇഞ്ചും. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക. സ്കേർട്ട് പാർട്ടും ഇതിനോട് കൂടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് എടുക്കുന്നത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് 5 ഇഞ്ച് കൂടുതലായി എടുത്തിട്ട് വിടുത്ത് മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് സെൻറ്റർ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 36.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് മാർക്ക് ചെയ്യുക. അടുത്തതായി സ്കേർട്ട് പാർട്ടിൻ്റെ ഫ്ലെയർ മാർക്ക് ചെയ്യുക. ഫ്ലെയർ 20 ഇഞ്ചാണ്. ഇനി ഇത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. വരച്ചതിലൂടെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ട് വേറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. താഴോട്ട് പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കാനുള്ള ഭാഗമാണ് ഇത്. ഇതിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും ആണ്. നമ്മളിത് ഫ്ലെയർ റൗണ്ടിൻ്റെ ഡബിൾ ആയിട്ടാണ് ഈ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. നെക്ക്, ബാക്ക് നെക്ക് ഒപ്പം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 4ആയിട്ട് മടക്കി നമ്മളെ മടക്ക് വശത്താണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്.
22 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. ഇനി സ്ലീവ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് പ്ലസ് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി താഴോട്ടേക്ക് മിഡ് പോയിന്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. സ്ലീവ് റൗണ്ട് തായ് ഭാഗത്ത് മാർക്ക് ചെയ്യുക. 7 ഇഞ്ചാണ്. നമ്മൾ അവിടെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് മിഡ് പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. കുറച്ച് ലൂസായിട്ടാണ് ഈ സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത്. ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗത്തും നോച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ 5 ഇഞ്ച് കൂടുതൽ എടുത്തത് ഈ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ലൈനിങ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടിൻ്റെ ലൈനിങ് അതേ അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല ലൈനിങ്ങിൽ. സ്കേർട്ട് പാർട്ടിനും അതേ ലെങ്ത്തോടു കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്തും വീതിയും എല്ലാം സെയിം ആണ്. സ്ലീവും ഫുള്ളായിട്ട് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ തായ് ഭാഗത്ത് ഇതുപോലെ 4 ഇഞ്ചിൽ മടക്കി തയ്ച്ച് അതിൻ്റെ ഉള്ളിലൂടെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിന്ന് കുത്തിയിട്ട് ഉള്ളിൽ കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു 2 ഭാഗവും അടിച്ച് അത് ഇലാസ്റ്റിക് അവിടെ ഉറപ്പിക്കുക. ബോഡി പാർട്ട് നെക്കൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടി ഒരു ഓപ്പണും കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. സ്ലീവിൽ സെൻറ്റർ ഭാഗത്ത് നമ്മൾ അധികമായിട്ട് ഇട്ട തുണി സെൻറ്റർ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കണം. ഒരു 2-3 പ്ലീറ്റ് മതി. എന്നിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് 2-3 പ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കുക. ഇനി സ്ലീവ് 2 സ്ലീവും തയ്ച്ചെടുത്ത് ഇനി അതിൻ്റെ സൈഡ് ഭാഗം ഷേപ്പ് വരച്ച് തയ്ച്ചെടുക്കുക. ഇതാ നമ്മൾ യോക്ക് പാർട്ടൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ഇതുപോലെ 2 സൈഡും അടിച്ച് അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ തായ് ഭാഗം മടക്കി തയ്ച്ച് ഇനി ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ തായ് ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് തയ്ച്ചെടുക്കുക. 2 സൈഡ് ഭാഗവും സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് സെൻറ്റർ ഭാഗത്താണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. ബാക്ക് ഭാഗത്ത് ബട്ടൺ ഹോളും ബട്ടണും വെച്ച് കൊടുക്കണം. ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഞാൻ 3 പേള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിനും അതുപോലെ ഒരു 4 പേള് വിട്ട് പഞ്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ മാക്സി ഡ്രസ്സ് കംപ്ലീറ്റ് ആയി. ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണിത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. Thank you for watching.